രാജഗോപാൽ സർ, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചി മറൈൻ ഡ്രൈവിൽ ഒരു പലസ്തീൻ അനുകൂല ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റാലിയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. പലസ്തീൻ സ്ഥാനപതി ഉൾപ്പെടെ ആ റാലിയിൽ പങ്കെടുത്തിരുന്നു. ശേഷം നമ്മൾ ഈ സ്ഥാനപതിയെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നതാണ് കണ്ടത്. അപ്പോൾ പലസ്തീൻ സ്ഥാനപതി കേരളത്തിന്റെ പലസ്തീനോടുള്ള പൂർണ്ണ പിന്തുണയൊക്കെ കണ്ടുകൊണ്ട് കേരളത്തിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഒപ്പം ലീഗ് നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ലീഗ് നേതാക്കളുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ പിണറായി സർക്കാരിന്റെയും ലീഗിന്റെയും ഒക്കെ പൂർണ്ണ പിന്തുണ പലസ്തീനുണ്ട്. പലസ്തീൻ സ്ഥാനപതി ആ രീതിയിലാണ് അവർ സ്വീകരിച്ചതും സംസാരിക്കുന്നതും ഒക്കെ. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ എവിടെയും കോൺഗ്രസിനെ നമുക്ക് കാണാനേ സാധിക്കുന്നില്ല. കോൺഗ്രസ് എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അവർ പ്രത്യക്ഷത്തിൽ എവിടെയും ദൃശ്യങ്ങളിൽ എവിടെയും കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പോസ്റ്ററോ കോൺഗ്രസിന്റെ ഒരു കൊടിയോ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നേതാക്കളുടെ കാര്യം പോട്ടെ, അവിടെ എവിടെയും പലസ്തീൻ അനുകൂലമെന്നോ അല്ലെങ്കിൽ നിലവിലുള്ള കറന്റ് വിഷയങ്ങളിലൊന്നും കോൺഗ്രസിന്റെ ഒരു ഇടപെടൽ ശ്രദ്ധയിൽപ്പെടുന്നേയില്ല. എന്താണ് കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ ഈ പലസ്തീൻ സ്ഥാനപതിയുടെ സന്ദർശനവും ഒക്കെയായി നമുക്കിതിനെ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? അത് ശരിയാണ്. നേതാവിന്റെ വിലയിരുത്തൽ ശരിയാണ്. എനിക്ക് തോന്നുന്നത് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, കടിച്ചതുമില്ല പിടിച്ചതുമില്ല ഒറ്റാലിൽ കടന്നതുമില്ല എന്നൊരവസ്ഥയിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്കാണ് UDF പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞ NSS അതിന്റെ രാഷ്ട്രീയ നിലപാടല്ലെന്ന് പറഞ്ഞാലും അവര് ഏതാണ്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്ന ഒരു രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നത്. SNDP യോഗം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അവരെ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും പണ്ടുള്ള അവരുടെ പരമ്പരാഗത വോട്ടുകളും അങ്ങനെയാണ്. അങ്ങനെ തെക്കൻ തിരുവിതാംകൂറിലെ NSSഉം SNDPയും ഏതാണ്ട് ഇടതുപക്ഷത്തേക്ക് ചരിഞ്ഞു കഴിഞ്ഞു. അതിന്റെ സൂചനകൾ കൃത്യമായിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മലബാറില് UDFന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ്. ലീഗിന്റെ ഒരു വലിയ സപ്പോർട്ടിലാണ് അവിടെ ലീഗും ജയിക്കുന്നത്, കോൺഗ്രസും ജയിക്കുന്നത്. ആ വോട്ട് ബാങ്കിലും വിള്ളൽ വീഴുമോ? അല്ലെങ്കിൽ ഇനി ഒരു പക്ഷെങ്കില് ലീഗ് തന്നെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെ ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മുന്നണിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടില്ല. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പിന്തുണയിലേക്ക് അവരും മാറുമോ, അവരും സുരക്ഷിത താവളം തേടി പോകുമോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ചില പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ പറഞ്ഞില്ലേ, വലിയ കോളിളക്കം ഉണ്ടാക്കിയ തീരുമാനങ്ങളും മാറ്റങ്ങളും ഒക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആദ്യം സൂചിപ്പിച്ചത്. കൊച്ചി മറൈൻ ഡ്രൈവിലാണ് ഒരു പലസ്തീൻ ഐക്യദാർഢ്യ, പലസ്തീനെ ഐക്യ പ്രഖ്യാപിക്കുക, ആ ഒരു സമ്മേളനമാണ്. മഹാസമ്മേളനമായിരുന്നു കേട്ടോ. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയ സമ്മേളനമായിരുന്നു അവിടെ നടന്നത്. ഒരു റാലിക്ക് ശേഷമുള്ള ഒരു വലിയ സമ്മേളനമാണ് അവിടെ നടന്നത്. അതിലെ പലസ്തീന്റെ സ്ഥാനപതി ഇന്ത്യയിലെ സ്ഥാനപതിയായിരുന്നു പങ്കെടുത്തിരുന്നത്. അബ്ദുള്ള അബു ഷാവേഷ്, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്. ഏതാണ്ട് ഒരു നല്ല പൊക്കമാണ്, ഒരു 6.5-7 അടി പൊക്കമുള്ള ഒരു വലിയ മനുഷ്യൻ, അല്ലെ? ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളങ്ങനെ പ്രത്യക്ഷമായിട്ട് അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് ഈ ഇന്നലെ സെക്രട്ടേറിയറ്റ് വന്നപ്പോഴുമാണ്. കൊച്ചിയിൽ അദ്ദേഹം ഇരിക്കുന്നതായിട്ടാണ്, കസേരയിൽ ഇരിക്കുന്ന ചിത്രമാണ് വന്നത്. അദ്ദേഹത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ട് ഇരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ പാണക്കാട്ടെ പരമാധ്യക്ഷനായ പാണക്കാട് തങ്ങളാണ്. പാണക്കാട് തങ്ങൾ ഒരു വശത്തും മുസ്ലിം ലീഗിന്റെ ശക്തനായ രാഷ്ട്രീയ നേതാവായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി മറുവശത്തുമുണ്ട്. ഇവർ രണ്ടുപേരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. പാലസ്തീനിലെ ജനങ്ങൾ, മുസ്ലിം ജനത അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചൊക്കെ വളരെ വാചാലമായ പ്രസംഗങ്ങളാണ് അവിടെ ഉണ്ടായത്. അതിന് സമ്പൂർണ്ണ പിന്തുണ കേരളത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രമല്ല, അവരെ പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഉള്ള സ്ഥിതിക്ക് അത് സമ്പൂർണ്ണമായിട്ടും കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ UDFന്റെ സമ്പൂർണ്ണ പിന്തുണ, അവരുകൂടി ഉൾപ്പെടുന്ന ഒരു മുന്നണിയാണല്ലോ, അവരുടെ സമ്പൂർണ്ണ പിന്തുണ അതൊരു കേരളത്തിന്റെ പിന്തുണയായിട്ട് തന്നെ കണക്കാക്കാം. അങ്ങനെയാണ് അവരവിടെ വാഗ്ദാനം ചെയ്തത്. അതിനുശേഷമാണ് ഇദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അപ്പൊ ഈ സ്ഥാനപതി മുമ്പേ നീതു സൂചിപ്പിച്ചാൽ അദ്ദേഹം പോയിട്ടില്ല, കേരളത്തിലാണ്. ഒരു 4-5-6-7 ദിവസമായിട്ട് അദ്ദേഹം കേരളത്തിൽ തന്നെ വന്ന് കറങ്ങുകയാണ്. തിരുവനന്തപുരത്ത് അവിടുത്തെ നമ്മുടെ മീഡിയ അക്കാഡമി സംഘടിപ്പിച്ച ഒരു സെമിനാർ ഉണ്ടായിരുന്നു. ഈ സെമിനാറിലും പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സെമിനാർ ഉണ്ടായിരുന്നു. ഇതിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നത്. തിരുവനന്തപുരത്ത് വന്ന സ്ഥിതിക്ക് അദ്ദേഹം സെക്രട്ടേറിയറ്റിലെത്തി. സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയെ കണ്ടു.
മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ പൂച്ചെണ്ട് നൽകി സ്വീകരിക്കുന്നതും അവർ രണ്ടുപേരും കൂടി ഒന്ന് വിശദമായിട്ട് സംസാരിക്കുന്നതും രണ്ടുപേരും പിന്നെ വളരെ സൗഹൃദമായ സംഭാഷണങ്ങളൊക്കെ നമ്മൾ ടെലിവിഷനിൽ കണ്ടതാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രി കേരളത്തിന്റെ സമ്പൂർണ്ണ പിന്തുണ പാലസ്തീനൊപ്പം ഉണ്ടായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. കാരണം അത് സ്വാഭാവികമാണല്ലോ. നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്നത് കേരളത്തിന്റെ സമ്പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും എന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷെ അതിനിപ്പം ഉടൻ തന്നെ ട്രോള് വന്നു കേട്ടോ. നമ്മളിങ്ങനെ സംസ്ഥാന മുഖ്യമന്ത്രി കേരളത്തിന്റെ പിന്നെ പിന്തുണ മുഴുവൻ പറയാനായിട്ട് പിന്നെ പിണറായി വിജയൻ ആരാണ്? കേരളത്തിന്റെ പിന്തുണയൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് കഷ്ടിച്ച് 40%, 35-40% വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് കേരളത്തിന്റെ പിന്തുണ മുഴുവൻ അങ്ങനെ പലസ്തീന് പ്രഖ്യാപിച്ചു കൊടുക്കാൻ അങ്ങനെയുള്ള ഒരു തീരെഴുത്തൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രോളുകൾ വരുന്നുണ്ട് കേട്ടോ. വളരെ ശക്തമായ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിണറായി വിജയനോ LDF സർക്കാരിനോ വേണമെങ്കിൽ കേരളത്തിലെ CPM-ന്റെ പിന്തുണ പറയാം, പലസ്തീന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയാം. ഞങ്ങൾ കുറച്ച് പിന്നെ നെഹന്യാഹുവിന്റെ ആരാധകരുണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ പിന്നെ ഇസ്രായേലിന്റെ ആരാധകർ കേരളത്തിൽ ധാരാളം ഉണ്ട്. അവരാണ് ഈ ഗ്രൂപ്പിലൊക്കെ ഉള്ള സജീവമായിട്ടുള്ളത്. ഞങ്ങൾ നെതന്യാഹുവിനെ ആരാധിക്കുന്നവര്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന കുറച്ച് ആളുകൾ കേരളത്തിലുണ്ട്, ധാരാളം ആളുകളുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെയും ഒരു ട്രോൾ മറു ട്രോൾ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഇത്തരം ഇസ്രായേലി സ്ഥാനപതികളും പിന്നെ പലസ്തീന്റെ ആളുകളൊക്കെ നേതാക്കന്മാരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പണ്ടും വളരെ സൗഹൃദപരമായ സ്വീകരണമാണ് കൊടുത്തിട്ടുണ്ടിരുന്നത്. വളരെ പിന്നെ പലസ്തീനെ അംഗീകരിക്കുക യാസർ അറാഫത്തിന്റെ കാലത്ത്, അതിന്റെ വലിയ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് അങ്ങനെ ലോകവേദികളിലൊന്നും വലുതായിട്ട് സ്ഥാനം കിട്ടിയിരുന്നില്ല. സ്ഥാനം കിട്ടാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം അവരുടെ നിലപാടുകളെ ഒന്നും ലോകരാജ്യങ്ങളൊന്നും വലുതായിട്ട് അംഗീകരിക്കാതിരുന്നൊരു കാലത്ത്, ആ സമയത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഒരിക്കല് അത് ഇന്ത്യയിൽ വന്നു. ഇന്ന് നമ്മൾ അന്ന് തന്നെ പലസ്തീനെ നമ്മൾ അംഗീകരിച്ചാണ് കേട്ടോ. യാസർ അറാഫത്തിന്റെ പ്രവർത്തനങ്ങളിൽ പലസ്തീൻ സംഘടനയൊക്കെ നമ്മൾ അത്തരത്തിൽ അംഗീകരിച്ചതാണ്. അദ്ദേഹം ഇന്ത്യയിൽ എത്തിയ സമയത്ത് പിന്നെ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിനെ ഇങ്ങനെ സ്വീകരിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ വെച്ചാണെന്ന് എന്റെ ഒരു ഓർമ്മ, ഇന്ത്യയിൽ വെച്ച് തന്നെയാണെന്നാണ്. ആ സമയത്ത് അരാഫത്ത് എന്ത് ചെയ്തെന്നറിയോ? ഷാൾ അണിയിച്ച ഇന്ദിരാഗാന്ധിയെ പിന്നെ ആലിംഗനം ചെയ്യുന്ന, അദ്ദേഹം 2 കൈ കൊണ്ട് ഇന്ദിരാഗാന്ധിയെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. അദ്ദേഹം ആലിംഗനം ചെയ്തു. ആ ചിത്രം വളരെ വളരെ പിന്നെ ഇപ്പോഴത്തെ കാലത്തെ ഭാഷയെ പറയാണ് വൈറലായിരുന്നു. അന്നത്തെ കാലത്ത് വളരെ പോപ്പുലറായ ഒരു ചിത്രമായിരുന്നു. അപ്പൊ അന്നോട്ടെ നമുക്ക് പലസ്തീനോട് ഒരു സ്നേഹമുണ്ട്. ആ മനോഭാവം നമ്മൾ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും ആ നിലപാട് തന്നെയാണ് ഉള്ളത്. പക്ഷെ അവരുടെ എല്ലാ നയങ്ങളോടും നമ്മൾ അങ്ങനെ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടില്ലെങ്കിലും അവരൊക്കെ മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ നമ്മൾ പലസ്തീനോടൊപ്പം തന്നെയാണ്. അപ്പൊ അതിന്റെ ചില രംഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ പലസ്തീനല്ല പ്രശ്നം, ഇപ്പൊ ലീഗ് പോകുമോ? ഇപ്പൊ UDF-നകത്താണ് ഈ പ്രതിസന്ധി വരുന്നത്. അത് ആദ്യം നീ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പല ചടങ്ങുകളിലും ഒന്നും അവരെ പിന്നെ ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്നതാണെങ്കിലും, ഐക്യദാർഢ്യമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് മുസ്ലിം സംഘടനകളൊക്കെ സംഘടിപ്പിക്കുന്നതാണെങ്കിലും UDF-ന്റെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രതികരണങ്ങളോ പ്രസ്താവനകളോ വരുന്നില്ല. അത് വലിയ നേതാക്കന്മാരുടെ, കേരളത്തിലോ ഉള്ള വലിയ നേതാക്കന്മാരുടെ, KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, അത്തരത്തിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രതികരണങ്ങൾ ഇതിൽ വരുന്നില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഒരു പക്ഷെങ്കിൽ സമയത്ത് പ്രതികരിക്കാമെന്ന് കരുതിയിട്ടായിരിക്കാം. എന്തായാലും കോൺഗ്രസ് ഈ സമയത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന മട്ടിൽ കാര്യമായ പ്രതികരണങ്ങളൊന്നും വരുന്നില്ല. അത് LDF-ന്റെ ഭാഗത്തു നിന്നാണ്. അവര് പലസ്തീന്റെ ആ ഷാളുമൊക്കെ അവരുടെ സമ്മേളനത്തിൽ വരെ പുതച്ചുകൊണ്ടാണ് പോയത്. അപ്പൊ അതുകൊണ്ട് പിന്നെ കോൺഗ്രസിനകത്തൊരു സംശയം, എന്താണ് കോൺഗ്രസിന്റെ നിലപാട് മാറ്റമാണോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലീഗിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇപ്പൊ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം, ചങ്ങനാശ്ശേരിയിലെ NSS-നെ അനുനയിപ്പിക്കാൻ, തെക്കൻ തിരുവിതാംകൂറിലെ ശക്തമായ NSS-നെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് കോൺഗ്രസ് നേതാക്കന്മാർ തുടരുകയാണ്. ആദ്യമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ NSS അവരുടെ രാഷ്ട്രീയ കാര്യമാണ്, രാഷ്ട്രീയ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല, സാമുദായിക നേതാക്കന്മാരൊന്നും രാഷ്ട്രീയത്തിൽ വരണ്ട എന്നൊക്കെയുള്ള കർശന നിലപാട് കോൺഗ്രസ് നേതൃത്വം എടുത്തെങ്കിലും ഇന്ന് രാവിലെ വരെ നമ്മൾ കണ്ട കാര്യം എന്താണ്? ഇന്ന് രാവിലെ വരെ കണ്ടത് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെല്ലാം NSS ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വന്നത് അവരുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ കേന്ദ്ര മന്ത്രിയൊക്കെ ആയിരുന്ന പ്രൊഫസർ PJ കുര്യൻ. അദ്ദേഹം NSS ജനസേവൻ ട്രൈക്കുമായിട്ട് സംസാരിച്ചു. പക്ഷെ അദ്ദേഹം പിന്നെ പ്രത്യക്ഷമായിട്ടൊന്നും പറഞ്ഞതായിട്ട് പറയുന്നില്ല. രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കുര്യന്റെ വാക്കുകൾ അവസാനിച്ചത്.
പക്ഷെ ഇന്ന് രാവിലെ NSSലെ പിന്നെ കുര്യനോടൊപ്പം തന്നെ അവിടെ വളരെ നിത്യസന്ദർശകൻ എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാവുന്ന, ആവശ്യമുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒരു നിത്യസന്ദർശകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സമുന്നതനായ കോൺഗ്രസ് നേതാവ്, അദ്ദേഹം അവിടെ പോയിരുന്നു, പെരുന്നയിൽ പോയിരുന്നു, NSS ജനറൽ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ എന്റെ വ്യക്തിപരമായി ആദ്യം തന്നെ അദ്ദേഹം ഒരു ജാമ്യം എടുത്തു. ഇത് ഞാൻ അങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള സന്ദർശനമൊന്നുമല്ല, കോൺഗ്രസ് നേതൃത്വമൊന്നും പറഞ്ഞിട്ട് ഞാൻ പോയതല്ല, ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കാണാൻ പോയതാണ്. പണ്ട് തൊട്ട് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പമുണ്ട്. പക്ഷേ എന്താണ് ജനറൽ സെക്രട്ടറി ഇക്കാര്യത്തിൽ അഭിപ്രായപ്പെട്ടതെന്നുള്ളത് പറഞ്ഞിരുന്നില്ല. പക്ഷേ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജനറൽ സെക്രട്ടറിയുടെ അതൃപ്തി മാറിയിട്ടില്ല. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞില്ല, കോൺഗ്രസിന് ഇത്തരം ഈ കാര്യങ്ങളിൽ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ NSSന്റെ അതൃപ്തി. ശബരിമല വിഷയത്തിലെ കോൺഗ്രസിന് ഒരു നിലപാടില്ലെന്നാണ് അവർ പറയുന്നത്, അദ്ദേഹത്തിന്റെ ആക്ഷേപം. അങ്ങനെ ആയിരുന്നല്ലോ ഒരു 3-4 ദിവസത്തേക്ക് മുമ്പ് NSS ജനറൽ സെക്രട്ടറി പ്രസ്ഥാനം വന്ന്. ആ നിലപാടില്ലായ്മയിലുള്ള അതൃപ്തി അത് ഇപ്പോഴും തുടരുന്നെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം NSSനെ അനുനയിപ്പിക്കാനുള്ള കാര്യമായ ശ്രമങ്ങൾ ഇനി അടുത്ത ആര് വരുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ രമേശ് ചെന്നിത്തല വരാം, അല്ലെങ്കിൽ വേണുഗോപാൽ വരാം, അത്തരത്തിലുള്ള നേതാക്കന്മാരൊക്കെ വരാം. അപ്പൊ ഈ അനുനയ ശ്രമങ്ങള് തെക്കൻ തിരുവിതാംകൂർ നടക്കുന്നെങ്കിലും വടക്കോട്ടുള്ള വോട്ടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് ഇപ്പൊ നിർണായകമായ ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ അവിടെ എന്ത് നിലപാട് വരും? മുസ്ലിം ലീഗിനെ ഒരു കാരണവശാലും കൈവിടാനൊക്കത്തില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ കൈവിട്ട ശേഷം കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നേരിടുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആത്മഹത്യാപരമായിരിക്കും. ലീഗ് പോവുക എന്നുള്ള കാര്യം എത്രയോ വർഷങ്ങളായിട്ട് തുടരുന്ന വിശ്വസ്തരായ പാർട്ണറാണ് അവരെ കൈവിടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അധികാരത്തിൽ നിന്ന് പുറത്തായിട്ട് 10 വർഷം തികയാൻ പോവുകയാണ്. 2 ടേമിലായിട്ട് ആ പാർട്ടി പുറത്താണ്, അവർക്ക് അധികാരമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലാതെ ആർക്കാണ് നിലനിൽക്കാൻ കഴിയുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയത്തില്ല. ഒരു പക്ഷേ CPMന് കഴിയുമായിരിക്കാം, കോൺഗ്രസിന് ഒരു പരിധി വരെ കഴിയുമായിരിക്കാം. അതല്ലാതെ ഉള്ള പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും 10 വർഷത്തിൽ അധികം 10 വർഷം തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. 10 വർഷത്തിലധികം ഇനിയും ഒരു ഭരണ തുടർച്ച CPMന് കിട്ടുകയോ അല്ലെങ്കിൽ UDFന് അധികാരം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ച് ചിന്തിക്കാനൊക്കത്തില്ല. അത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് അണികളെ പിടിച്ചു നിർത്തണം, അല്ലെ? രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ചെലവ് കണ്ടെത്തണം. അങ്ങനെയൊക്കെയുള്ള വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ തന്നെ കോൺഗ്രസിന്റെ അവസാനം കണ്ടില്ലേ, ദേശീയ തലത്തിലൊക്കെയാണ് കോൺഗ്രസിന് എന്തുമാത്രം കോടിക്കണക്കിന് രൂപ ഫണ്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്, അല്ലെ? വലിയ മുതലാളിമാർ, കോർപ്പറേറ്റ്സിനൊക്കെ വലിയ ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട് വരെ കിട്ടിക്കൊണ്ടിരുന്ന പാർട്ടിയാണ്. ഇപ്പൊ അതിന്റെ സ്ഥിതി എന്താണ്? ഇപ്പൊ DMKക്ക് കിട്ടുന്ന അത്രയും പോലും ഫണ്ട് ദേശീയ കക്ഷിയായ കോൺഗ്രസിന് കിട്ടുന്നില്ലെന്നാണ്, അല്ലെ? അങ്ങനെയാണ് ഔദ്യോഗിക കണക്കുകൾ വരുന്നത്. അങ്ങനെ വരുമ്പോഴേ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ദൈനംദിന പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനകത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. നേതാക്കന്മാരുടെ ഇടയിലും അണികളുടെ ഇടയിലും ഒക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അത് വലിയ പ്രയാസമായിട്ട് വരും. അപ്പൊ ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്താണെങ്കിലും ഇപ്രാവശ്യം ഭരണത്തിൽ വരണം. അത് UDFന്റെ കൂടെ ആണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും, അവർക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും ഒക്കെ കിട്ടും, അങ്ങനെയായിരിക്കും. ഇനി അഥവാ അങ്ങനെയല്ല, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മോശമാകുകയാണെങ്കിൽ അവരൊരു പക്ഷെങ്കിൽ കടുത്ത തീരുമാനം എടുക്കും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ സൂചന വരുന്നത്. അതിന് അവർക്ക് മതിയായ കാരണങ്ങളുണ്ട്. പാലസ്തീൻ ഇഷ്യൂ തന്നെ ഒരു വലിയ കാരണമാണ്. ഇപ്പൊ NSS പോലെ വളരെ അടുത്ത ഒരു സംഘടനയ്ക്ക് ഈ ശബരിമല പോലൊരു വിശ്വാസ പ്രശ്നത്തിന്റെ പേരിൽ മാറാമെങ്കിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുന്ന ഗാസയിലെയും പലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടിയിട്ട്, മുസ്ലിം ജനതയ്ക്ക് വേണ്ടി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. അതിനകത്ത് എന്താണ് തെറ്റ്? അങ്ങനെ വരുമ്പോ അതിനോടൊപ്പം നിൽക്കുന്ന, ഇപ്പൊ അതിന്റെ ഒരു മുൻനിര ഓട്ടക്കാരൻ എന്ന് പറയുന്ന CPMനോടൊപ്പം ലീഗ് ചേരാം, മുന്നണിയായിട്ട് ചേരാം, അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ സ്വതന്ത്രമല്ല പിന്തുണ കൊടുക്കാം. അത്തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങളിൽ അവർ വളരെ ഗൗരവമായിട്ട് ആലോചിക്കാതിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ സ്ഥാനപതി ഒരാഴ്ചയായിട്ട് കേരളത്തിൽ കറങ്ങുന്ന ഈ കറക്കത്തെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. യെസ്, അതാണ്. എന്തായാലും പലസ്തീന് ലീഗിന്റെയും CPMന്റെയും ഒക്കെ പിന്തുണയുണ്ട്. രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ കോൺഗ്രസിന് പല കാര്യങ്ങളിലും അവർക്കൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് വേണം ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ. വ്യക്തമാണ്. താങ്ക് യു സാർ.